ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം ഒരു ഉച്ച സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നേ വേഗം പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താള് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിന് കേട്ടോ. കുറേ ദിവസമായി കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ ഒരു വട്ടം ഒന്ന് താള് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എനിക്കാണെങ്കിൽ ഈ വക സംഭവങ്ങൾക്കൊക്കെ കുറച്ചൊരു മടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ താത്ത ഇത് ഏട്ടൻ്റെ വൈഫാണ്. അപ്പോൾ താത്തയും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേനി. അപ്പോൾ താത്ത വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ടുണ്ടായിനി കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, അങ്ങനെ ദൂരത്തൊന്നുമല്ല, നമുക്കൊന്ന് നടന്ന് പോയി വരാനൊക്കെ ഉള്ള ദൂരം തന്നെയുള്ളൂ. അപ്പോൾ താത്താൻ്റെ പണികളും തീർത്ത് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പറിച്ച് വേഗം കൊടുന്നിട്ടോ. ഇനിയിപ്പോൾ വേഗം നമ്മളവിടെ ചെടിമ തന്നെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിക്കോട്ടോ. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്ന് തിരിയണ എന്താ അറിയോ, എണ്ണക്കുപ്പി കൊണ്ടുവച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതിൻ്റെ കറ ആയാൽ പോകാൻ കുറച്ച് പണിയല്ലേ, അതുകൊണ്ട് കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് തേച്ചിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടേനെ. അപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് നാഫിമോനാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളകി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. മറ്റോന് ഇതപ്പോൾ അവിടെ എൻ്റെ മടിയിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നന്നാക്കി വന്നപ്പോൾ കുറേ ഉണ്ടായിനി കേട്ടോ. പിന്നെ ഇത്രത്തോനൊന്നും വേണ്ടില്ലേനു എന്നൊക്കെ വിചാരിച്ചു പോയി. എന്നാലും ഞങ്ങൾ നന്നാക്കി. ഞാനിതാ ഇത്രയാണ് എടുത്തത്. പിന്നെ താത്താക്കുള്ളത് അങ്ങോട്ട് പെരയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വേറൊരു ഇളയച്ചിയുണ്ട്, ഓക്ക് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഞാൻ കറിയാക്കിയിട്ട് കുറച്ച് വേറൊരു ഇളയച്ചി ഉണ്ട് കേട്ടോ, ഓക്ക് കൊടുത്ത്. വേറെ ഇളയച്ചി പറയുമ്പോൾ നമ്മൾ വലിയ കുടുംബമാണ് കേട്ടോ. ഇക്കാൻ്റെ കുടുംബം വാപ്പ ഉമ്മാക്ക് 11 മക്കളാണ്. അതിൽ മൂത്ത ഏട്ടന് മരിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുണ്ട്. അതിൽ കുറേ ആൾക്കാർ ഒരു 4 ആളൊക്കെ മാനന്തവാടിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളിവിടെ ബാവലി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഏകദേശം അടുത്തടുത്തൊക്കെ തന്നെയാണ്, ഒരു പരിസരത്ത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നും ഇതായൊക്കെ പോകാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാനും ഇതാക്കാനൊക്കെ പറ്റും. അപ്പോൾ നന്നാക്കിയ സ്ഥിതിക്ക് കുറച്ച് താത്തയും വേറൊരാൾക്കും കൊടുത്ത്. ഇപ്പോൾ ഞാൻ കുറച്ച് കറിയാക്കിയിട്ട് ഇവക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് കുക്കറിലേക്ക് വാരി ഇട്ടിരുന്നു എല്ലാം കൂടെ. കുക്കർ നിറയുകയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഇത് വാടി വെന്ത് വരുമ്പോൾ എന്തായാലും ഒന്നും ഉണ്ടാവില്ലല്ലോ. സംഭവം നല്ല ചൊറിച്ചിലേനു കേട്ടോ. ചില ആൾക്കാർക്ക് ചേമ്പും ഇതൊക്കെ നന്നാക്കി, ചേനയും ചേമ്പൊക്കെ നന്നാക്കിയാൽ ചിലർ ചൊറിയൂല പറയണേക്കെ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലേനു. വെള്ളത്തിലിട്ട് ആ കഴുകണ സമയത്തേനു കേട്ടോ ചൊറിച്ചിൽ ഇങ്ങോട്ട് ഇളകിയിട്ട്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. കാന്താരി മുളക് ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിന്. പക്ഷേ എൻ്റെ അടുത്ത് കാന്താരി മുളകൊന്നും ഇല്ലേനു. അപ്പോൾ ഞാൻ നല്ലോണം പച്ചമുളക് മുറിച്ചിട്ട് ചെറിയൊരു കഷ്ണം പുളിയും ഇട്ടിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, അധികം വെള്ളത്തിൻ്റെയും ആവശ്യമില്ലാന്ന് തോന്നുന്നു, എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണ്. ഇനിയിപ്പോൾ അതാ വേവണ സമയം കൊണ്ട് വേഗം വെളുത്തുള്ളി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും നല്ലോണം വെളുത്തുള്ളി ഇത് ചതച്ചിട്ട് ഇടുമല്ലോ, അപ്പോൾ ആണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് ശരിക്കും ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള ഇതിൻ്റെ ABCD ഒന്നും അറിയില്ലേനു കേട്ടോ. പിന്നെ താത്താനോടും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള താത്ത ഉണ്ടല്ലോ, അയൽവക്കത്തുള്ള, ഓരും പറഞ്ഞു തരും കേട്ടോ, അതും ഇതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് തിന്നൂട് എന്നൊക്കെ. അപ്പം ഞാൻ ഓരോടൊക്കെ ചോദിച്ച് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ എന്താണെന്നറിയില്ല കുട്ടികളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പോൾ കൈയാണെങ്കിൽ നല്ല ചൊറിച്ചിലും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോല് പൊളിച്ചിട്ട് നമ്മളെ ഈ കുഞ്ചിയിലൊന്നിട്ട് നല്ലോണം ഒന്ന് ചതക്കി എടുക്കുന്നുണ്ട്. പിന്നെ കടുകും പൊട്ടിച്ച് അങ്ങ് വറവിടാലോ വിചാരിച്ചിട്ടാണ്. അപ്പം അതൊക്കെ ഒന്ന് തൊളിച്ച് വന്നപ്പോഴേക്കും ഇതാ നിറച്ചുണ്ടായിനല്ലോ ഇതിന്. അപ്പോൾ അത് വെന്ത് വന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, വേറൊരു രസം കിട്ടും ചക്കക്കുരു. പക്ഷേ എൻ്റെ അടുത്ത് ചക്കക്കുരു ഇല്ലേനു, അപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയുള്ളിയൊന്നും ഞാൻ എടുത്തിട്ടില്ല, വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ കുറച്ച് നല്ലോണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇതൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് പറിക്കാൻ പോകുമ്പോൾ തന്നെ 12 മണി 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണിയും തീർത്തിട്ടാണല്ലോ പോയത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശന്നിട്ടുണ്ടായി. അപ്പോൾ ചൂടോടെ ഇതും വേഗം ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ട് ഞാനും നാഫിമോനും നാച്ചിക്കുട്ടനുമാണ് ഉള്ളത്. ഇക്കയും നിച്ചുമോളും ഇല്ല, ഒരു പോയിന്.
അപ്പം നമ്മൾ വേഗം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉച്ചക്ക് കഴിക്കാനാണ് രാത്രിക്കത്തേനെക്കാട്ടിയും നല്ലൊരു ഇങ്ങനത്തെയൊക്കെ കറികൾ ഉച്ചക്ക് കഴിക്കാൻ നല്ലൊരു ഒരിതാണ് അല്ലേ. അങ്ങനെ ഞാനിതാട്ടോ അതൊക്കെ ഒന്ന് വറവിട്ടെടുത്ത് അതിലേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് എടുത്തിട്ടുണ്ടായി കേട്ടോ. ഇനിയിപ്പോൾ വേഗം ചോറ് വയ്ക്കുന്നതിൻ്റെ മുന്നേ ഇതാ മുട്ടയൊന്ന് പൊരിക്കുകയാണ്. ഇപ്പം വെറും അത് മാത്രം ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാൻ ആവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഉണക്കമീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇനിയിപ്പോൾ നാഫീനെ ഞാൻ പീടിയേക്ക് പറഞ്ഞയക്കണം. അപ്പോൾ ഞാൻ മടിച്ചിട്ടോ. അപ്പോൾ എന്തായാലും മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 മുട്ട വേഗം പൊട്ടിച്ചെടുത്ത് നല്ലൊരു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കും നാഫിക്കും ഉള്ള ചോറ് വിളമ്പി വെച്ചാണ്. മറ്റവനക്ക് പിന്നെ ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയാലും ഞാൻ ഓനക്ക് വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഓനക്ക് വാരി കൊടുക്കാൻ വിചാരിച്ചിട്ടേനെ. അപ്പോൾ ഞാൻ വേഗം നല്ലൊരു ഓംലേറ്റും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തനിപ്പോൾ അത് കുത്തി ഇളക്കി നാശാക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിന്നീനി കേട്ടോ. പിന്നെ നമ്മളെ ഇന്നലത്തെ കർമൂസ ഉപ്പേരിൻ്റെതും കൂടെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ അതൊക്കെ ഒക്കെ എടുത്ത് വെച്ചൊന്ന് നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചോറ് വെച്ച് ഞാൻ കുളിക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇറച്ചി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്തുള്ള ഒരാളടുത്ത് കൊടുത്തു വിട്ടതേനി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് കഴുകി വേഗം ഒന്ന് അടുപ്പത്ത് തീയും ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് വെക്കാം. അവിടെ കുക്കറിൽ വെക്കണതിന് വലിയൊരു തൃപ്തിയൊന്നുമില്ല. അടുപ്പത്തുനിന്ന് വെക്കണ തന്നെയാണ് കേട്ടോ ഇക്കാക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ അധികം അടുപ്പത്തു നിന്ന് തന്നെയാണ് വെക്കൽ. ചിലപ്പോൾ ഒന്ന് കുക്കറിൽ ഇടുക എന്നല്ലാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തന്നെ തക്കാളി, ഉള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പൊടികളൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇല്ല ഇനി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നല്ലോണം ഒരു കുപ്പിയിൽ അങ്ങോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബീഫിൽ വെക്കുമ്പോൾ ഞാൻ അധികം ഈ പൊടികൾ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് തന്നെയാണ് കറി വെക്കൽ. വറക്കാതെ ഇങ്ങനെ പച്ചക്ക് അങ്ങനെ അധികം എന്താ പറയുക ഇടലൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലാണ് അങ്ങനെയൊക്കെ ഇടുക. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള നമ്മളെ പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് ഇടുന്നതൊക്കെ ഒന്ന് കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിച്ചുമോൾ വേണം വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മേലെ വെച്ചാലും ശരിക്കും ചട്ടിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കാണൂല കേട്ടോ. ഒരു ട്രൈപോഡ് വാങ്ങണം എന്നൊക്കെ ഒന്ന് കുറേ ആയി വിചാരിക്കണ്. എന്നാലും ഇൻഷാ അള്ളാ വാങ്ങണം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് ഇതൊക്കെ ഓരോന്ന് ഇടുന്നതും എടുക്കുന്നതും എല്ലാം. അതാണ് കേട്ടോ ശരിക്കും ഒന്നും അങ്ങോട്ടൊരു ഇതാവാണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് മുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ബീഫ് മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലോണം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഉലുവയും 2 മണി ഉലുവയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ ആ ചൂടാക്കിയിട്ടുള്ള പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചങ്ങോട്ട് എടുത്തിട്ടോ. കൈ കൊണ്ട് നല്ല കുഴച്ച് ഞെരണ്ണി അങ്ങോട്ട് എടുത്തീനി കേട്ടോ. എന്നിട്ട് ഇതാ നേരെ നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിരിക്കണ്. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വെന്തോളും. ഇനി വേണം കുളിക്കാനും കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ തന്നെ സമയം ഇന്ന് ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിൻ്റെ പണികളൊക്കെ ഇന്ന് തീരാൻ വേണ്ടിയിട്ട് 3 മണി 3:30 ആയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും കുളിക്കുന്നതിന് മുന്നേ ഇത് അങ്ങോട്ട് അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിമേ വലിയ പരിപാടികളൊന്നുമില്ല. ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലോണം ചെറിയുള്ളിയും വേണമെങ്കിൽ ഇച്ചിരി കുരുമുളകും പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇപ്പോൾ വന്ന് നോക്കണമല്ലോ. അപ്പോൾ അതൊന്ന് വന്ന് നോക്കട്ടെ. അപ്പോൾ നല്ലോണം തിളച്ച് കേട്ടോ. നല്ല തിളച്ച് ഒന്ന് വന്നീന്. അതിലത്തെ ഉള്ളീത്തിയും ഇറച്ചിയിട്ടൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് ഞാൻ വരട്ടല്ല ആക്കണത്, കുറച്ചൊരു കറിയാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചാറ് വേണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു കറിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിക്കുമ്പോൾ നമ്മൾ ആദ്യം അടുപ്പത്ത് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് വെക്കുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം ഞാൻ ഗ്യാസുമെന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇപ്പം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ല തീ ഒന്ന് കത്തിച്ച് കൊടുത്താൽ അവിടെ അങ്ങോട്ട് വെന്തോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ പരീക്ഷയാണല്ലോ മദർസിൽ. അപ്പം നാഫിമോനൊന്ന് പഠിപ്പിക്കാനൊക്കെ ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ എടുത്തത്. ഓന് പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക വരുമ്പോൾ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായി. എന്തായാലും ബീഫ് കറി ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അതൊക്കെ കൂട്ടി നല്ലൊരു കട്ടൻ ചായ വെച്ച് പൊറാട്ടയും ബീഫ് കറിയൊക്കെ ഇതാട്ടോ കുടിക്കുകയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും